കോഴിക്കോട് നിന്നും രഞ്ജിത്ത് നമ്മോടൊപ്പം ഉണ്ട്. രഞ്ജിത്ത്, കോഴിക്കോടും തീപാറുന്ന പോരാട്ടമാണ്. പ്രത്യേകിച്ച് എളമരം കരീം മത്സര രംഗത്തെത്തിയതോടുകൂടി രാഘവേട്ടൻ എന്ന രാഘവനെ മറികടക്കാനാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും CPM-നുണ്ടോ അല്ലെങ്കിൽ എളമരം കരീമിനുണ്ടോ? പ്രത്യേകിച്ച് CAA-ക്കെതിരായിട്ടുള്ള ഭരണഘടനാ പ്രതിരോധ സംവിധാനത്തിൻ്റെയൊക്കെ റാലിയൊക്കെ നടന്നിരുന്നു. എങ്ങനെയാണ് CPM അതിൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രാഘവൻ എങ്ങനെയാണ് തൻ്റെ മണ്ഡലം നിലനിർത്താൻ പരിശ്രമിക്കുന്നത്? നികേഷ്, എളമരം കരീം LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. 2009 ഒരു നോട്ടപ്പിശക് കൊണ്ട് ചക്രത്തിൽ പോരുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ നടത്തുന്ന ഒരു പരീക്ഷണം 2014 വിജയരാഘവനെ കൊണ്ടും 2019 പ്രദീപ് കുമാറിനെ കൊണ്ടും ഒക്കെ നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒരു പുതിയ പരീക്ഷണം നടക്കുന്നു. അത് ഈ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ മാറ്റം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. കാരണം ന്യൂനപക്ഷ കേന്ദ്രീകരണം ാവുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് എളമരം കരീമിനെ വെച്ചുള്ള പരീക്ഷണത്തിന് CPM മുതിരാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം. നമുക്കറിയാം, ലീഗ് ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അവർ മുന്നോട്ട് വെച്ച 3 മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ ശക്തമാണ് എന്ന് 39%-നും 40% ഒക്കെ വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എളമരം കരീമിനെ CPM ഒരു പരീക്ഷണത്തിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്തെ തന്നെ ഇറക്കുന്നത്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ വളരെ സജീവമായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ബേപ്പൂരിൽ MLA ആയിരുന്നപ്പോൾ സജീവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കോഴിക്കോട്ടുകാർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിക്കൊണ്ട് കോഴിക്കോട്ട് രാഘവേട്ടന് പകരം കരീംക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എളമരം കരീം ഇവിടെ സജീവമാവുന്നത്. പക്ഷേ 3 തവണ വിജയിച്ചു കയറുകയും 3 തവണയും LDF-നെ മലർത്തിയടിക്കുകയും ചെയ്ത ആത്മവിശ്വാസത്തിൽ ഇവിടെ രാഘവേട്ടനും, അതായത് രാഘവനും കളത്തിൽ സജീവമാണ്. അപ്പോൾ ന്യൂനപക്ഷ കേന്ദ്രീകരണം സംഭവിക്കില്ല എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കാരണം ലീഗ് സജീവമായ രംഗത്തുണ്ട്. ലീഗിൻ്റെ വോട്ടുകളും സമസ്തയുടെ വോട്ടുകളും അതുപോലെ നേരത്തെ AP വോട്ടുകളൊക്കെ തന്നെ രാഘവൻ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അതേ വോട്ടുകൾ ഇത്തവണയും പെട്ടിയിലാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും രാഘവന് ഒരു പരിധിവരെ BJP വോട്ടുകൾ ചോർന്ന് കിട്ടിയിരുന്നു. ഇത്തവണ MT രമേശാണ് സ്ഥാനാർത്ഥി. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ മുൻപ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുൻപ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് കിട്ടേണ്ട ചില വോട്ടുകളൊക്കെ രാഘവന് കിട്ടിയിട്ടുണ്ട്. ആ ആനുകൂല്യം ഇത്തവണ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ VK സജീവൻ നടത്തിയിട്ടുള്ളതാണ്. അതിനനുസരിച്ചൊരു സ്ഥാനാർത്ഥിയെ BJP ഇവിടെ കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. കാരണം MT രമേശ് വരുമ്പോഴേക്കും ഇവിടെ BJP-ക്ക് കിട്ടേണ്ട എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ അതേ വോട്ട് തന്നെയാണ് ലോക്സഭയിലും കിട്ടുന്നത്. ശരിക്കും ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരത്തിൻ്റെ നരേന്ദ്രമോദിക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ BJP-ക്ക് കിട്ടേണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഒരു വോട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊന്നും BJP-ക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇത്തവണ ഒരു നല്ല സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ കളത്തിറക്കുമ്പോൾ, കോഴിക്കോട്ടുകാരനായ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MT രമേശിനെ കളത്തിലിറക്കുമ്പോൾ ഈ 1,67,000 എന്ന കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് 2 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BJP അവരുടെ ഹിന്ദു ബേസിലുള്ള വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ എളമരം കരീമിന് അനുകൂലമായി വരികയും ചെയ്താൽ വിജയിച്ചു കയറാനാകുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. എന്നാൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. നേരത്തെ ഉണ്ടായ സമവാക്യങ്ങൾ തന്നെ ആവർത്തിക്കും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.